കഥ തുടരുന്നു. ബൽറാമിന്റെ നോട്ടവും നിൽപ്പും വിക്ടറിൽ ഭീതിയുണ്ടാക്കി. താൻ ടെസയോട് സംസാരിച്ചത് അയാൾ കേട്ടോ? അവർ അന്വേഷിച്ചു നടക്കുന്ന ടെസയാണ് ഫോണിന്റെ മറുവശത്ത്. ആരാടാ അത്? ഗൗരവത്തിൽ ബൽറാം ചോദിച്ചു. ബർമുടയിട്ട് വാതിൽ നിറഞ്ഞു നിൽക്കുന്ന അയാളുടെ കുടവയറിൽ ഒരു ചവിട്ട് വെച്ചു കൊടുക്കാൻ വിക്ടറിന് തോന്നി. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്: ടെസയെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാർലോസിന്റെ ഗാങ്ങിൽ ചിലരെ എനിക്കറിയാം. എല്ലാം രഹസ്യമായിരിക്കണം. പോലീസിന് നമ്മളെ പറ്റി ഒരു സൂചന പോലും കിട്ടരുത്, ബൽറാം നിർദ്ദേശിച്ചു. അത് ഞാൻ നോക്കിക്കൊള്ളാം, വിക്ടർ അനിഷ്ടത്തോടെ പറഞ്ഞു. ബൽറാം മുടിയിൽ വിരലോടിച്ചുകൊണ്ട് തിരിച്ചു നടന്ന് സോഫയിലിരുന്നു. ബൽറാം ആയിരുന്നു, വിക്ടർ ഫോണിലൂടെ മന്ത്രിച്ചു. എന്നെ കാണിച്ചു കൊടുക്കാൻ ബൽറാം സക്രിയയെ വിളിച്ചു കൊണ്ടുവന്നാണല്ലേ? വിക്ടർ എന്നെ കൊന്നെന്ന് കള്ളം പറഞ്ഞ് തെളിയിക്കാനും? ടെസ ചോദിച്ചു. അതെ, നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ഭീഷണിയിലാണ്. വിക്ടർ, കൂടുതൽ സംസാരിക്കണ്ട, നമുക്ക് നേരിൽ കാണാം. ഞങ്ങൾ ഹോട്ടൽ മണ്ടോവിയിലാണ്. എനിക്കറിയാം, റൂം നമ്പർ 345. ഇപ്പോൾ വിക്ടർ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? നദിയിലൂടെ പോകുന്ന ബോട്ടിന്റെ ഡെക്കിൽ നിന്ന് ബൈനോക്കിൾസിലൂടെ നോക്കിക്കൊണ്ട് ടെസ നിൽക്കുന്നുണ്ടെന്ന് വിക്ടർ ഉത്കണ്ഠയോടെ നോക്കി. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ രാവിലെ തന്നെ അറിഞ്ഞു. നദിയിലൂടെ പോകുന്ന ബോട്ടിന്റെ ഡെക്കിൽ നിന്ന് ബൈനോക്കുലേഴ്സിലൂടെ നോക്കിക്കൊണ്ട് ടെസ നിൽക്കുന്നുണ്ടോ എന്ന് വിക്ടർ ഉത്കണ്ഠയോടെ നോക്കി. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ രാവിലെ തന്നെ അറിഞ്ഞു. നദിയിലൂടെ ബോട്ട് പോകുന്ന ശബ്ദം ഫോണിൽ കേട്ടിട്ട ബാൽക്കണിയിലാണെന്ന് പറഞ്ഞത്. ഞാൻ കുറെ അകലെ വാസ്കോയിലാണ്. വിക്ടറെ കാണുന്നില്ല, ടെസ പറഞ്ഞു. പുറത്തിറങ്ങി വരാൻ പറ്റുമോ? വരാം. എന്നാൽ പുറത്തിറങ്ങി റോഡിലൂടെ ഇടത്തോട്ട് നടക്കുക. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാം. ശരി. വിക്ടർ ശരിക്കും ത്രില്ലായി. ടെസയെ കാണാൻ പോകുന്നു. അയാൾ പെട്ടെന്ന് ഫ്രഷായി ഡ്രസ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സക്രിയ പിന്നിൽ നിന്ന് ചുമലിൽ പിടിച്ചു. എവിടേക്കാ? കാർലോസിനെ കാണാനാ. അയാൾ ആരാ? ഗോവൻ അണ്ടർഗ്രൗണ്ട് നാർക്കോട്ടിക് ഡോൺ. അയാളുടെ സഹായമുണ്ടെങ്കിൽ ടെസയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അയാളുടെ കൈയെടുത്ത് മാറ്റിയിട്ട് വിക്ടർ വാതിൽ കടന്നുപോയി. കരിയാച്ച മുഖം അടിച്ചു പൊളിച്ചതിന്റെ ചുരുക്ക അവന്, ബൽറാം പറഞ്ഞു. അവൻ മനീഷയെ കൊല്ലും, സക്രിയ പരിഹസിച്ച് ചിരിച്ചു. അല്ലെങ്കിൽ ഞാൻ വെച്ചേക്കില്ലെന്ന് അവനറിയാം. മണ്ടോവി നദിയുടെ തീരത്തെ റോഡിലൂടെ വിക്ടർ നടന്നു. നദിക്ക് മുകളിലൂടെ വന്ന കാറ്റ് അയാളെ തഴുകി. ഒരു ബെൻസ് കാർ പാഞ്ഞു വന്ന് അയാളുടെ സൈഡിൽ നിന്നു. കാറിലിരുന്ന ഡേവിഡ് അയാളെ അടിമുടി നോക്കി. പിന്നെ വാതിൽ തുറന്ന് ഹിന്ദി നടി കാജലിനെ പോലെ അവൾ ഇറങ്ങി. സ്വർണ്ണമുടി കാറ്റിൽ പറന്നു. ജീൻസും ടോപ്പും സ്പെക്സും ധരിച്ച ഗോവൻ പരിഷ്കാരി പെണ്ണ് ടെസയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞത് ചിരി കണ്ടാണ്. ടെസ വിക്ടറിന്റെ കൈപിടിച്ച് അമർത്തി. എന്റെ ജീവൻ തിരിച്ചു തന്ന ആളാണ്. അവളുടെ കണ്ണുകളിൽ നനവ് തിളങ്ങി. വിക്ടർ ഒന്ന് നിയന്ത്രിക്കാൻ പാടുപെട്ടു. വാ, കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, ടെസ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ അറബിക്കടലിന്റെ തീരത്തെ റിസോർട്ടിലായിരുന്നു. മരത്തണലിലെ മേശയ്ക്ക് അഭിമുഖമായി ഇരുന്നു. ഡേവിഡ് കാറിനടുത്ത് നിന്നു. യാത്രക്കിടയിൽ വിക്ടർ തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ വിക്ടർ വീണ്ടും എന്നെ കൊല്ലാൻ പോവുകയാണല്ലേ? എന്റെ ശവം കാണാതെ സക്രിയ സമ്മതിക്കില്ലല്ലേ? ഞാൻ നിന്നെ കൊല്ലില്ല ടെസേ. നിന്നെ കൊന്നാൽ ഞാൻ മനുഷ്യനാകുമോ? ഇതാണ് അയാൾ നിന്നെ കൊല്ലാനായി തന്ന തോക്ക്. വിക്ടർ പിന്നിൽ പാന്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച പിസ്റ്റൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവൾ വികാരങ്ങൾ നിയന്ത്രിച്ച് ചുണ്ടുകൾ കടിച്ച് അയാളെ നോക്കി. എന്റെ മമ്മി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. സക്രിയ ടെസയെ കൊന്ന റോസലിൻ ആന്റി വിശ്വസിച്ചിരിക്കുന്നത്. ടെസ വിഷമത്തോടെ നോക്കി. കൺപീലികൾ നനഞ്ഞു. ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായി. സക്രിയ വേറെ സ്ത്രീകളെ അവരുടെ ബെഡ്റൂമിൽ കൊണ്ടുവരുന്നത് സഹിക്കുകയാണ് അവര്. കേൾക്കേണ്ടെന്ന മട്ടിൽ ടെസ കാതുകൾ പൊത്തി. വിക്ടർ തോക്കുമാറ്റി. ആന്റിക്കിപ്പോൾ ഒരു നിർവികാര ഭാവമാണ്. മുഴുവൻ സമയവും ഉപവാസവും പ്രാർത്ഥനയും ധ്യാനകേന്ദ്രങ്ങളുമാണ്. കാപ്പിയും കശുവണ്ടി റോസ്റ്റും വന്നു. കാപ്പി കുടിക്കി. അവളൊരു കപ്പ് അയാളുടെ നേരെ നീക്കി വെച്ചു. എന്നോടുള്ള പക സക്രിയ വിക്ടറോട് തീർക്കും. ഇപ്പോൾ അയാൾ മുഖ്യമന്ത്രിയുടെ മകൻ ജോൺ മിറാൻഡയെ കൂട്ടുപിടിച്ചിരിക്കുക. നിങ്ങളുടെ MP പോൾ ചാണ്ടി വഴിയായിരുന്നു അത്. ടെസ കാപ്പി ഒരിറക്ക് കുടിച്ച ശേഷം പറഞ്ഞു. വിക്ടർ അമ്പരപ്പോടെ അവളെ നോക്കി. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ടെസേ? അരുവിത്ര കോളേജിൽ വിക്ടറുടെ ജൂനിയറായി പഠിച്ച പാവാടക്കാരിയല്ല ഇപ്പോൾ ഞാൻ. വിക്ടർ അപകടത്തിലാ. അത് ഓർമ്മിപ്പിക്കാനും വളരെ കെയർഫുള്ളായി ഇരിക്കണമെന്ന് വാണിംഗ് തരാനുമാ ഞാൻ ഈ കൂടിക്കാഴ്ച ഉണ്ടാക്കിയത്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ടെസേ, നീ എങ്ങനെ ഇവിടെ എത്തി? കാർലോസിന്റെ കയ്യിൽ നിന്നെങ്ങനെ രക്ഷപ്പെട്ടു? സത്യത്തിൽ ഇപ്പോൾ നീ ആരാ? എന്നെ പറ്റി ഒന്നും തൽക്കാലം അറിയണ്ട. ഒരു കാര്യം ഉറപ്പാ, അവർക്ക് പെട്ടെന്നൊന്നും എന്നെ തൊടാൻ പറ്റില്ല. വിക്ടർ കാപ്പി കുടിച്ചുകൊണ്ട് ശിരസിളക്കി. 1 മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ചു പോന്നു. കാർ മണ്ടോവി ബ്രിഡ്ജിന് മുകളിലൂടെ പോയപ്പോൾ അകലെ കാസിനോ ടൈറ്റൻ ഷിപ്പ് കിടക്കുന്നത് വിക്ടർ കണ്ടു. പനാജി ബസ് ടെർമിനലിനടുത്ത് അയാൾ ഇറക്കിയിട്ട് കാർ പോയി. തനിക്ക് ടെസയെ പറ്റി ഒരറിവും കിട്ടിയില്ല. ആ ഡ്രൈവറുടെ പേര് പോലും വിക്ടർ ഓർത്തു. അടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഐസക് സ്റ്റീഫൻ വിക്ടറെ കണ്ടു. അവനെ ഞാൻ പാലായിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഐസക് അടുത്തിരുന്ന ജ്യോതികയെ നോക്കി. രാജീവ് മേനന്റെ കാറിലാണ് അയാൾ വന്നിറങ്ങിയത്. ഡേവിഡാ കാർ ഓടിച്ചത്, ജ്യോതി പറഞ്ഞു. രാജീവ് മേനനും ഇയാളും തമ്മിൽ എന്താ ഇടപാട്? ബട്ട്ലറുടെ വേഷത്തിൽ വരുന്ന കൊലയാളി ഇവനായിരിക്കുമോ?
ഏതാണ്ട് ഇവന്റെ രൂപമാണ് അവന്. രാജീവ് മേനോന് ആ കൊലയാളിയുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ആ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഐസക് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി മൊബൈലിൽ അയാളുടെ ഫോട്ടോ എടുത്തു. വിക്ടർ അത് കണ്ടു. ഹേയ്, നിങ്ങൾ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? മലയാളിയാണല്ലേ? ഐസക് കാറിൽ നിന്നിറങ്ങി. നിങ്ങൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യേ. വിക്ടർ സ്വരം കടുപ്പിച്ചു. ഞാൻ ആ പാലത്തിന്റെ ഫോട്ടോയാണ് എടുത്തത്, നിങ്ങളുടെയല്ല. കാറിനകത്തിരുന്ന ജ്യോതിയെ വിക്ടർ ശ്രദ്ധിച്ചു. വിക്ടറിന്റെ പിന്നിൽ മുഴച്ചിരുന്ന തോക്ക് ഷർട്ട് മാറിയപ്പോൾ ഐസക് കണ്ടു. നിങ്ങളാണ് ആ കൊലയാളി അല്ലേ? ഇത് തോക്കല്ലേ? ഐസക് ഷർട്ടോടുകൂടി പിസ്റ്റളിൽ പിടിച്ചു. വിക്ടർ ഞെട്ടി. തനിക്ക് ലൈസൻസ് ഇല്ല, പോലീസിന്റെ പിടിയിലാകരുതെന്ന് സക്രിയ വാണിംഗ് തന്നതാണ്. പോലീസ്, പോലീസ്! ഐസക് വിളിച്ചു കൂവി. ഒരു പോലീസ് വാഹനം വളവ് തിരിഞ്ഞു വരുന്നത് വിക്ടർ കണ്ടു. പ്രശ്നമായെന്ന് അയാൾക്ക് ഉറപ്പായി. ഐസക്കിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ബസ് സ്റ്റാൻഡിലെ തിരക്കിലേക്ക് അയാൾ ഓടിപ്പോയി. പോലീസ് ജീപ്പ് മറ്റൊരു വഴിയിലൂടെ പോകുന്നത് ഐസക് കണ്ടു. അയാൾ ഫോണിലെ വിക്ടറിന്റെ ഫോട്ടോയിൽ നോക്കി. വ്യക്തമായ രൂപം. നമുക്കിത് എന്തെങ്കിലും ചെയ്യണമല്ലോ. രോഹനെ കൊല്ലാൻ അവൻ അവസരം കൊടുക്കരുത്. ഐസക് ജ്യോതിയെ നോക്കി. അത് ജോൺ മിറാൻഡയ്ക്ക് സെൻഡ് ചെയ്യ്. എന്നിട്ട് ഫോണിന്റെ കയ്യിൽ താ. കൊലയാളിയുടെ ലിസ്റ്റിൽ ജോൺ മിറാൻഡയും പ്രദീപ് ഗവാക്കറുമുണ്ട്. ഐസക് ഫോട്ടോ അയച്ചിട്ട് ജോൺ മിറാൻഡയുടെ നമ്പർ ഡയൽ ചെയ്ത് ജ്യോതിക്ക് കൊടുത്തു. ഹലോ. ജോൺ മിറാൻഡയുടെ ശബ്ദം. ജോണേ, ഞാൻ ജ്യോതിയാ. എന്താ ജ്യോതി ആൻറ്റി? ഞാൻ രോഹനെ ഒന്ന് വിളിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. അവനെവിടെയുണ്ടോ? ഞാനിപ്പോൾ പനാജി കടമ്പ ബസ് സ്റ്റാൻഡിലാണ് ജോണേ. ആ കൊലയാളിയെ ഞങ്ങളിപ്പോൾ കണ്ടു. രാജീവ് മേനോന്റെ കാറിലാണ് അവൻ വന്നിറങ്ങിയത്. ആന്റിയുടെ ഭർത്താവിന്റെ കാറിലോ? യെസ്. മേനോനും അവനും തമ്മിൽ ബന്ധമുണ്ട്. ഞങ്ങൾ പോലീസിനെ വിളിച്ചപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു. അവന്റെ ഫോട്ടോ ഇപ്പോൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ജോൺ മിറാൻഡയ്ക്ക് അതിന് കഴിയുകയുള്ളൂ. 2 മിനിറ്റ് കൂടി സംസാരിച്ചതിന് ശേഷമാണ് ജ്യോതി കോൾ കട്ട് ചെയ്തത്. നേരം അന്തി മയങ്ങുകയായിരുന്നു. വിക്ടർ കാർലോസിന്റെ താവളത്തിലേക്ക് ചെന്നു. വളരെ പരിശോധനകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ശേഷമാണ് സെക്യൂരിറ്റികൾ അയാളെ കാർലോസിന് മുന്നിലെത്തിച്ചത്. കാർലോസ് ഒരു സുന്ദരിയുമൊത്ത് ചതുരംഗം കളിക്കുകയായിരുന്നു. കാൽബർ ബാറ്റം കെട്ട് കാർലോസ് ചുരുട്ട് കടിച്ച് പുകയെടുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കി. അന്ന് ഞാൻ കൊണ്ടുവന്ന പെണ്ണെവിടെയാ കാർലോസേ? പെട്ടെന്ന് കാർലോസിന്റെ ഭാവം മാറി രൂക്ഷമായി നോക്കി. ചതുരംഗ കരുക്കൾ തട്ടിമറിച്ചിട്ട് സുന്ദരി എഴുന്നേറ്റോടി. ഞാൻ വാങ്ങിച്ചത് തിരിച്ചു ചോദിച്ചു വരരുതെന്ന് അറിയില്ലടാ. കാർലോസ് അലറി. അറിയാം. അവൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ. മിണ്ടരുത്. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ കൊന്ന് കടലിൽ തള്ളും. നിനക്കവളെ വേണോടാ? വിക്ടർ വിറച്ചുപോയി. വേണ്ട. എന്നാൽ പോയിക്കോ. തിരിഞ്ഞു നോക്കരുത്. വിക്ടർ അനുസരിച്ചു. 345 മുറിയിൽ നിന്ന് അന്തിവെളിച്ചം പിൻവാങ്ങാൻ തുടങ്ങി. ജോൺ മിറാൻഡയുടെ കോൾ വരുന്നത് സക്രിയെ കണ്ടു. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജോൺ മിറാൻഡ. സക്രിയ അറ്റൻഡ് ചെയ്തു. പ്ലാന്റർ തോമസ് കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. പിറ്റേ വർഷം അയാളുടെ മകൾ ഗോവയിൽ വെടിയേറ്റ് മരിച്ചു. തോമസിന്റെ ഭാര്യ റോസലിൻ ഇപ്പോൾ സക്രിയ അച്ഛന്റെ സ്വന്തം. ജോൺ പറയുന്നത് കേട്ട് സക്രിയ ഞെട്ടി. 3000 കോടി രൂപ പോക്കറ്റിൽ. കളിക്കുന്നെങ്കിൽ ഇങ്ങനെ കളിക്കണം. യു ആർ ഗ്രേറ്റ്. എനിക്ക് അച്ചായനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് സക്രിയ കണ്ടു. അച്ചായ, നമ്മുടെ വിക്ടർ അവിടെയുണ്ടോ? ഇല്ല, പുറത്തുപോയി. ഞാൻ നിങ്ങൾക്കൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. രാത്രി 8 മണിക്ക് പനാജി ഗാമ ക്ലബിൽ. 7:30 എൻ്റെ കാർ നിങ്ങളെ കൊണ്ടുവരാനായി ഹോട്ടലിലെത്തും. റെഡിയായിരിക്കണം. സക്രിയ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കോൾ കട്ടായി. വിഷ്ണനായി നിൽക്കുന്ന അയാളിൽ നിന്ന് ബൽറാം വിവരങ്ങൾ അറിഞ്ഞു. കുഴപ്പമാണല്ലോ. എന്തുദ്ദേശത്തിലായിരിക്കും അയാൾ പാർട്ടിക്ക് വിളിച്ചിരിക്കുന്നത്? ജോൺ അറിയാതെ നമുക്ക് ഗോവയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. സക്രിയ അസ്വസ്ഥനായി. അയാൾ വിക്ടറിനെ മാത്രം അന്വേഷിച്ചത് എന്തായിരിക്കും? അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിരിക്കുമോ? ബൽറാം ചോദിച്ചപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. വിക്ടർ ആയിരുന്നു. ജോൺ മിറാൻഡ വിളിച്ചു തരണേ. വിക്ടർ പറഞ്ഞു. അയാൾ ഭയങ്കരനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ? നമ്മൾ ആ പാർട്ടിക്ക് പോകരുത്. പക്ഷേ രാത്രി 7:30 റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു. അവർക്ക് ആ ക്ഷണം നിരസിക്കാൻ കഴിഞ്ഞില്ല. അവർ ചെല്ലുമ്പോൾ റോൾസ് റോയ്സ് ഫാൻറ്റം കാറുമായി ഡ്രൈവർ കാത്തു നിൽക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് ഗാമ ക്ലബിലെത്തി. പോർച്ചുഗീസ് മാതൃകയിലുള്ള ക്ലബ്ബ് ഒരു ഭാഗം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഭംഗിയായി അലങ്കരിച്ച ഒരു ഓപ്പൺ ക്യാബിനിലാണ് ജോൺ മിറാൻഡ അവരെ ഇരുത്തിയത്. ഗോവൻ കശുമാമ്പഴം പോലെ തുടുത്ത 2 ടീനേജുകാരികൾ അവരുടെ ഗ്ലാസുകളിൽ കോണിയക്ക് പകർന്നു. കഴിക്കാൻ പലതരം പഴങ്ങളും നട്ട്സും. ജോൺ മിറാൻഡ ഗ്ലാസ് ഉയർത്തി. ഒരു ഡ്രിങ്ക് കഴിഞ്ഞപ്പോഴേക്കും സക്രിയയ്ക്കും ചങ്കിടിപ്പായിരുന്നു. ഈ പിശാച്ച് എന്താ പറയാൻ പോകുന്നത്? വിക്ടർ ഇന്ന് മനുഷ്യയെ കണ്ട് സംസാരിച്ചു അല്ലേ? ജോൺ മിറാൻഡ ചോദിച്ചു. വിക്ടർ മാത്രമല്ല, എല്ലാവരും ഞെട്ടിപ്പോയി. സക്രിയയും ബൽറാമും വിക്ടറെ നോക്കി. അവൻ അമ്പരപ്പോടെ വീഴ്ചിരുന്നു. ഒപ്പം ഒരു തരിപ്പ് ശരീരത്തിലേക്ക് പടരുകയും ചെയ്തു. പരമരഹസ്യമായി നടന്ന ആ കാര്യം ദന്തഗോപുരത്തിലിരിക്കുന്ന ജോൺ മിറാൻഡ എങ്ങനെ അറിഞ്ഞു? നേരാണ് വിക്ടറെ, നീ മനുഷ്യയെ കണ്ടോ? സക്രിയയ്ക്ക് വിശ്വസിക്കാനായില്ല. കണ്ടു. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ലെന്ന് വിക്ടറിന് ഉറപ്പായി. വിക്ടർ താൻ വിചാരിച്ചാലും മിടുക്കനാണെന്ന് ബൽറാം മനസ്സിലാക്കി. മനീഷയെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അവളെ കണ്ടുപിടിച്ചു. ഗോവയിൽ എന്ത് നടന്നാലും ജോൺ മിറാൻഡ അറിയും എന്ന് വിക്ടറിന് മനസ്സിലായി. അവൻ മദ്യം ഒറ്റവലിക്ക് കുടിച്ച് ഗ്ലാസ് കാലിയാക്കിയിട്ട് ജോണിനെ നോക്കി. ഞാനിതെങ്ങനെ അറിഞ്ഞെന്നല്ലേ വിക്ടർ ആലോചിക്കുന്നത്? ജോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
അതറിയാനുള്ള ആഗ്രഹത്തോടെ ബൽറാമും സക്രിയയും അവരെ നോക്കി. വിക്ടർ കടമ്പ ബസ് സ്റ്റാൻഡിൽ കാറിൽ വന്നിറങ്ങിയില്ലേ? അപ്പോൾ ഫോട്ടോ എടുത്ത ആളുമായി നിങ്ങൾ ഇടഞ്ഞു. അയാളാണ് ഐസക് സ്റ്റീഫൻ. നിങ്ങളുടെ കയ്യിൽ തോക്ക് കണ്ട അയാൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലയാളിയാണെന്ന് സംശയിച്ചു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ജ്യോതി നിങ്ങളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഗോവ പോലീസ് മുഴുവൻ അന്വേഷിക്കുന്ന ആ കൊലയാളിയെ ഞാൻ വിചാരിച്ചാലേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ജ്യോതി വിശ്വസിച്ചു. താൻ അറിയാതെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് വിക്ടർ ഓർത്തു. വാട്സാപ്പിൽ അയച്ച ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വിക്ടറെ മനസ്സിലായി. നിങ്ങൾ വന്ന കാർ ആരുടേതെന്ന് അറിയാമോ? ജോൺ വിക്ടറെ നോക്കി. ഇല്ല, വിക്ടർ പറഞ്ഞു. അതറിയാൻ അയാൾക്കും താല്പര്യമുണ്ടായിരുന്നു. അത് മിസ്റ്റർ രാജീവ് മേനോന്റെ കാറാണ്. ഓടിച്ചിരുന്നത് അയാളുടെ മാനേജർ ഡേവിഡ്. രാജീവ് മേനോൻ മലയാളിയായ വ്യവസായിയാണ്. നിങ്ങൾക്കറിയില്ലേ? ജോൺ മിറാൻഡ സക്രിയയെയും ബൽറാമിനെയും നോക്കി. അറിയാമോ എന്ന് സക്രിയ ബൽറാമിനെ കണ്ണു കാണിച്ചു. ബൽറാം ഓർമ്മയിൽ തപ്പി. കിങ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ, ജോൺ മിറാൻഡ പറഞ്ഞു. കിങ് ബാങ്ക്, കിങ് എയർലൈൻസ്, കിങ് കാഷ്യൂ എക്സ്പോർട്ടിംഗ്. വിക്ടർ കണ്ണു മേടിച്ചുപോയി. അങ്ങനെ ഒരാളുടെ ഫ്രണ്ടാണോ ടെസ? രാജീവ് മേനോനുമായി അടുത്ത ബന്ധമുണ്ട് മനീഷയ്ക്ക്. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു കൊലയാളിയെ അവൾക്കറിയാമെന്ന് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നുണ്ട്, ജോൺ തുടർന്നു. കാറിൽ നിന്ന് വിക്ടർ ഇറങ്ങിയപ്പോൾ അകത്തൊരു യുവതി ഇരിപ്പുണ്ടായിരുന്നെന്ന് ജ്യോതി ആന്റി പറഞ്ഞു. നിങ്ങൾ മനീഷയെ അന്വേഷിക്കുന്നതുകൊണ്ട് അത് അവൾ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഉണക്കമുതിരിയെടുത്ത് ജോൺ കടിച്ചു. നീ അവളോട് സംസാരിച്ചോ? എന്താ അവൾ പറഞ്ഞത്? സക്രിയ വിക്ടറെ നോക്കി. മനീഷ ടെസയിലെന്ന് വിശ്വസിക്കാനൊരു അവസരമാണിതെന്ന് വിക്ടർ ഓർത്തു. എങ്കിലേ ആ കൊലപാതകം ഒഴിവാക്കാൻ പറ്റൂ. അവൾ ഹിന്ദിക്കാരിയാ. എന്തിനാ അവളുടെ പിന്നാലെ വന്ന് അപകടത്തിൽ ചാകുന്നതെന്നും അവൾ നമ്മൾ അന്വേഷിക്കുന്ന ആളല്ലെന്നും പറഞ്ഞു. നീ എങ്ങനെയാണ് ഇത്ര വേഗം ആളെ കണ്ടുപിടിച്ചത്? ബൽറാം ചോദിച്ചു. ഇവിടെ എനിക്ക് ചില കണക്ഷനുകളുണ്ട്. അവർ വഴി ഞാൻ കാസിനോ ടൈറ്റനിൽ നിന്ന് മനീഷയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. നേരിട്ട് വിളിച്ചു. അവൾ അടുക്കുകയില്ലെന്നാണ് കരുതിയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നേരിൽ കാണാമെന്ന് പറഞ്ഞു. ആ മറുപടി അവരെ തൃപ്തരാക്കിയെന്ന് വിക്ടറിന് തോന്നി. അവൾ എൻ്റെയും ശത്രുവാ. ടെസയെ പോലെ നിങ്ങൾ അവളെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ എൻ്റെ സഹായം ഉണ്ടാകും. അത് കേട്ട് വിക്ടർ ഞെട്ടലോടെ ജോണിനെ നോക്കി. താൻ ടെസയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ശത്രുപക്ഷത്ത് കൂടുതൽ ആളുകൾ വരികയാണ്. ജോൺ പറഞ്ഞ ആ കൊലയാളി ആരാണ്? സക്രിയ ചോദിച്ചു. ആരാണെന്നറിയില്ല. ഞങ്ങൾ 5 സുഹൃത്തുക്കളിൽ 2 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ നിങ്ങളെയും? ബൽറാം ചോദിച്ചു. ഞാനും അവൻ്റെ ലിസ്റ്റിലുണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അയാൾ നിർഭനെ പറ്റിയും ഡീൻ ആന്റണിയെ പറ്റിയും ചുരുക്കി പറഞ്ഞു. കോൺയാക്ക് തീർന്നു. അവനെ കണ്ടുപിടിച്ച് കൊന്നാലേ എനിക്കും സമാധാനമുള്ളൂ. ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അടുത്ത ബോട്ടിൽ ഓർഡർ കൊടുത്ത ശേഷം ജോൺ പറഞ്ഞു. കോണിയാക്കുമായി ബട്ട്ലർ വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും സംശയിച്ചു. അവൻ ആ ട്രേഡ് അടിയിലെ കയ്യിൽ ഒരു പിസ്റ്റൾ ഒളിപ്പിച്ചിട്ടുണ്ടോ? അയാൾ ബോട്ടിൽ വെച്ചിട്ട് തിരിച്ചുപോയി. രാജീവ് മേനോന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ? വിക്ടർ ചോദിച്ചു. ഉണ്ട്. ജോൺ ഫോണിൽ ആ ഫോട്ടോകൾ തിരഞ്ഞെടുത്ത് കാണിച്ചു. ഇതാണ് മേനോനും ഡേവിഡും. മേനോനെ അയാൾക്ക് മനസ്സിലായില്ല. ഡേവിഡിനെ തിരിച്ചറിഞ്ഞു. ഇതാണോ ഡ്രൈവർ? നോക്കട്ടെ. സക്രിയ ഫോട്ടോകൾ കണ്ടു. അയാൾക്ക് ആരെയും മനസ്സിലായില്ല. ബൽറാം മുഖമെത്തിച്ച് അത് കണ്ടു. ഇയാളെയാണ് മനീഷയുടെ കൂടെ കാസ്നോയിൽ ഞാൻ കണ്ടത്. രാജീവ് മേനോന്റെ ചിത്രം നോക്കി ബൽറാം പറഞ്ഞു. ഇവർ 2 പേരും കൂടിയാണ് ഞാനന്ന് താമസിച്ച മിറാമർ ഹോട്ടലിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയത്. ഹോ, അന്ന് ഞാൻ വിറച്ചുപോയി. ജോൺ അയാളെ തറപ്പിച്ചു നോക്കി. കിങ് എയർലൈൻസിന്റെയും ബാങ്കിന്റെയും ഉടമസ്ഥൻ മനീഷയ്ക്ക് വേണ്ടി ബൽറാമിനെ കൊല്ലാൻ വരണമെങ്കിൽ അവളുടെ സ്വാധീനം എന്തായിരിക്കും കറിയച്ചായ? പിറ്റേന്ന് രാവിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് വിക്ടർ സക്രിയയോട് ചോദിച്ചു. ഇനിയും അത് ടെസയാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? സക്രിയ മിണ്ടിയില്ല. ഞാൻ ചിന്തിക്കുന്നത് ആ കൊലയാളിയെ പറ്റിയാണ്. ബട്ട്ലറുടെ വേഷത്തിൽ വരുന്നവൻ. ജോൺ മിറാൻഡയുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന അവനാരാ? ബൽറാം ചോദിച്ചു. ജോൺ മിറാൻഡ അയാളെ ഭയക്കുന്നുണ്ട്, സക്രിയ അഭിപ്രായപ്പെട്ടു. മനീഷയെ തോക്കിന്റെ മുന്നിൽ കിട്ടിയിട്ടും നീ എന്താ അവളെ തീർക്കാതിരുന്നത്? ബൽറാം സംശയത്തോടെ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും നീക്കം എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനു മുമ്പ് ഡേവിഡ് എന്നെ തീർക്കുമായിരുന്നു. വിക്ടർ അമർഷത്തോടെ ഇരുവരെയും നോക്കി. അവരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതേസമയം ഇൻസ്പെക്ടർ അശോകൻ രാജീവ് മേനോന്റെ കോട്ടേജിലായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് ജോൺ മിറാൻഡ സക്രിയയ്ക്കും സുഹൃത്തുക്കൾക്കും ഗാമ ക്ലബിൽ ഒരു പാർട്ടി കൊടുത്തു. 11 മണിക്കാണ് അവർ തിരിച്ചുപോയത്. അശോകൻ പറഞ്ഞു. മേനോൻ ഡേവിഡ് കൊണ്ടുവന്ന തായ്ലൻഡ് കാപ്പി കുടിച്ചുകൊണ്ട് കേട്ടിരുന്നു. അവരെല്ലാം മനീഷയുടെ കോമൺ ശത്രുക്കളാണ്. 4 വശത്തു നിന്നും അവരവളെ കോർണർ ചെയ്യുകയാണ്. അതിൽ വിക്ടറിന് മാത്രമേ അവളെ രക്ഷിക്കണമെന്ന ആഗ്രഹമുള്ളൂ. അശോകൻ കാപ്പി ഒരിറക്ക് കുടിച്ച് അതിന്റെ സ്വാദ് ആസ്വദിച്ചു. സക്രിയ കൈക്കലാക്കിയിരുന്ന 3500 കോടി രൂപയുടെ സ്വത്തുക്കളുടെ അവകാശി ടെസയാണ്. ആ സ്വത്ത് കൈവിട്ടു പോകാൻ അയാൾ അനുവദിക്കില്ല. സക്രിയയെ വിഴുങ്ങാൻ കോട്ടയത്തെ പോലീസ് സൂപ്രണ്ട് ഒരു രാജവൻപാലയെ അയച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ടാണ്. ഇനി മനീഷയെ വേട്ടയാടാനായി 2 ദിവസത്തിൽ കൂടുതൽ സക്രിയ നിൽക്കില്ല, രാജീവ് മേനോൻ പറഞ്ഞു. ഇന്നലെ പകൽ മറ്റൊന്നുണ്ടായി, അശോകൻ പറഞ്ഞു. അതെന്താ? മേനോൻ അയാളെ നോക്കി. ഡേവിഡ് മുറ്റത്ത് കിടന്ന കാർ തുടയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം നദിയിൽ നിന്ന് കിട്ടിയ ആ സ്കെലിറ്റില്ലേ? ആ കേസിനെ സംബന്ധിച്ച വിവരങ്ങളടങ്ങിയ ഫയൽ കമ്മീഷണർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു.
തെളിവില്ലാതെ നമ്മൾ ഉപേക്ഷിച്ച കേസാണ്. ഞാനത് സക്രിയയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചെന്നേയുള്ളൂ. പ്രണാബ് ഗവാക്കർക്ക് അതെന്തിനാണ്? ജോൺ മിറാൻഡ ആവശ്യപ്പെട്ടിട്ടാണെന്നും അയാളുടെ സുഹൃത്തിന്റെ മകൾ ടെസ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. അതിന്റെ മേൽ ഒരു അന്വേഷണം വയ്ക്കണമെന്നുമാണ് പറഞ്ഞത്. വെറുതെയാ, മേനോൻ പറഞ്ഞു. കമ്മീഷണർ മുഖ്യമന്ത്രിയോടുള്ള വിധേയത്വം കാണിച്ചതാണ്. ഒരു അന്വേഷണവുമില്ല. ആ ഫയൽ വെച്ച് ജോൺ മിറാൻഡ സക്രിയയെ ഭീഷണിപ്പെടുത്തും. ടെസയുടെയും ഫാദറിന്റെയും കൊലയ്ക്ക് പിന്നിൽ അയാളാണെന്ന് ജോൺ മനസ്സിലാക്കി. ഇനി ആ എസ്റ്റേറ്റിന്റെ പകുതിയെങ്കിലും സ്വന്തമാക്കാതെ ജോൺ മിറാൻഡ അടങ്ങില്ല. അതിനുള്ള ഇരയിട്ടതാ രാത്രി ഗാമ ക്ലബിലെ പാർട്ടി. സക്രിയ ഗോവയിലേക്ക് വരേണ്ടിയിരുന്നില്ല അല്ലേ സാർ? അശോക, വിതച്ചത് കൊയ്യുമെന്ന് കേട്ടിട്ടില്ലേ? സക്രിയ വിതച്ചത് ചതിയും വഞ്ചനയുമാണ്. അത് വളർന്ന് വിളവായിരിക്കുകയാണ്. അയാൾക്കത് കൊയ്യാതിരിക്കാൻ പറ്റില്ല. അന്ന് വൈകിട്ട് പാലായിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ഓഫ് റോഡ് മിലിറ്ററി ജീപ്പ് വന്നു നിന്നു. 28 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്നിറങ്ങി. കനത്ത ബൂട്ടും ജീൻസും ജാക്കറ്റും നെറ്റിയിലേക്ക് ഉയർത്തിവെച്ച സ്പെക്സും അയാൾക്കുണ്ട്. ജീപ്പിൽ നിന്ന് ഒരു ഡബിൾ ബാരൽ റൈഫിൾ എടുത്ത് ചുമലിൽ തൂക്കിയിട്ടുകൊണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. തോക്കുമായി നിന്ന പാറാവുകാരൻ അയാളെ സംശയത്തോടെ നോക്കി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആരാ? അയാൾ പാറാവുകാരനോട് ചോദിച്ചു. CIയും SIയും കേസന്വേഷണത്തിനായി പുറത്തു പോയിരിക്കുക. ASI തമ്പിസാറിന് ചാർജ്. പാറാവുകാരൻ അകത്ത് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ഓഫീസറെ ചൂണ്ടിക്കാണിച്ചു. ചെറുപ്പക്കാരൻ അകത്തേക്ക് ചെന്നു. എന്തു വേണം? അയാൾ അടുത്ത് ചെന്നപ്പോൾ ASI ഫയലിൽ നിന്ന് മുഖമുയർത്തി. 2 വർഷം മുമ്പ് പ്ലാന്റർ തോമസ് കൊല്ലപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. അതിന്റെ പ്രതികളെ കിട്ടിയോ? ആക്സിഡന്റിന് എവിടെയാ പ്രതി? ആ കേസ് അന്നേ ക്ലോസ് ചെയ്തു, തമ്പി പറഞ്ഞു. എനിക്ക് ആ കേസ് ഫയലൊന്ന് വേണം. നിങ്ങളാരാ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൽപ്പിക്കാൻ? തമ്പി ഫയൽ മടക്കി എഴുന്നേറ്റു. അയാൾ തോക്കിന്റെ ലൈസൻസ് പുതുക്കാൻ വന്നതാണെന്ന് വിചാരിച്ച സിവിൽ പോലീസ് ഓഫീസർമാരും ചുറ്റും കൂടി. SI ബൽറാം എവിടെയാ? അയാൾ ചോദിച്ചു. ഗോവയിൽ ഒരു കേസ് അന്വേഷണത്തിൽ പോയിരിക്കുകയാ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല? തമ്പിയുടെ ശബ്ദം കനത്തു. അയാൾ ഒരു ID കാർഡ് എടുത്ത് കാണിച്ചു. തമ്പി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഭാവം മാറി സല്യൂട്ട് അടിച്ചു. കണ്ടുനിന്ന പോലീസുകാരും അലർട്ടായി. സാർ, ഫയൽ ഇപ്പോൾ തരാം, ഇരിക്കു സാർ. തമ്പി വേഗ റെക്കോർഡ് റൂമിലേക്ക് ഓടി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സക്രിയയ്ക്ക് തമ്പിയുടെ കോൾ വന്നു. സക്രിയയും ബൽറാമും വിക്ടറും മണ്ടോവി നദിക്കരയിലെ റോഡിലൂടെ വെയിൽ കാഞ്ഞു നടക്കുകയായിരുന്നു. എന്താ തമ്പി? ക്രിയച്ചായ, കുഴപ്പമാ. പ്ലാന്റർ തോമസിന്റെ കേസ് വീണ്ടും അന്വേഷിക്കുന്നു. ഫയൽ എടുപ്പിച്ചു. ആര്? ASP വിഷ്ണു IPS. സക്രിയ നടുങ്ങി. അതെ, സസ്പെൻഷനിലായിരുന്ന അയാൾ തിരിച്ചു കയറി. അയാൾ പൊളിക്കുക ചായ. എടോ, പ്ലാന്റർ തോമസിന്റെ ആക്സിഡന്റ് കേസ് റീഓപ്പൺ ചെയ്യുന്നുവെന്ന്. ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് സക്രിയ ഭീതിയോടെ ബൽറാമിനെ നോക്കി. ബൽറാമിന്റെ നെറ്റിയിൽ ചുളിവ് വീണു. മുന്നോട്ട് വന്ന വിക്ടർ പെട്ടെന്ന് നിന്നു. കേസ് അന്വേഷിക്കുന്നത് ASP വിഷ്ണു IPS ആണ്, സക്രിയ പറഞ്ഞു. ആരാ സംസാരിക്കുന്നത്? ASI തമ്പിയാ. ഫോണിങ് താ. ബൽറാം കൈ നീട്ടി ഫോൺ വാങ്ങി. SIയാ സാർ? തമ്പി നടന്ന സംഭവങ്ങൾ പറഞ്ഞു. നിശബ്ദമായി കേട്ട ശേഷം ബൽറാം ചോദിച്ചു. വിഷ്ണു ആ മിനിസ്റ്ററെ കൈവച്ചതിന് സസ്പെൻഷനിലല്ലായിരുന്നോടോ? അതെ സാർ, അദ്ദേഹം ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറി. തൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ഞാൻ സ്റ്റേഷന് വെളിയിലിറങ്ങി ഞാവൽ മരത്തിന് ചുവട്ടിൽ നിൽക്കുകയാ. വിഷ്ണു സാർ പോയി കഴിഞ്ഞാൽ ഉടനെയാണ് വിളിക്കുന്നത്. താൻ ഫയലുകൾ കൊടുത്തോ? കൊടുത്തു സാർ. കോട്ടയത്ത് നിന്ന് SP വിളിച്ച് പറഞ്ഞു ഫയൽ കൊടുത്തിട്ട് വിഷ്ണു സാറിന് വേണ്ട സഹായവും ചെയ്തു കൊടുക്കണമെന്ന്. അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്ന് തോന്നുന്നു, തമ്പി പറഞ്ഞു. ആരോട് തമ്പി ഇത് കുത്തിപ്പോക്കാൻ ശ്രമിക്കുന്നത്? ബൽറാം അസ്വസ്ഥനായി. എനിക്കറിയില്ല സാറേ. വിഷ്ണു സാറ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ നെഞ്ചിൽ പഞ്ഞു വെച്ചാൽ കത്തും. എടോ, കെട്ടാനുള്ളിടത്തൊക്കെ കെട്ടുകയും കൊടുക്കേണ്ടിടത്തൊക്കെ ആവശ്യത്തിലധികം കൊടുക്കുകയും ചെയ്തതാ. പിന്നെ ആർക്കാ തോമസ് വണ്ടി ഇടിച്ചോന്ന് സംശയം? ഏത് വഴിക്കാണത് വന്നെന്ന് താനൊന്ന് അന്വേഷിക്കേ. SP സാറിനെ അതറിവായേ ഉള്ളൂ. SP ഓഫീസിൽ എന്നെക്കാൾ അടുപ്പം സാറിനല്ലേ. എൻ്റെ ജോലി പോകുമോ സാറേ? മക്കളുടെ പഠിത്തം പോലും കഴിഞ്ഞില്ല. ജോലി പോയെങ്കിൽ പോട്ടടോ. തനിക്ക് സക്രിയ എസ്റ്റേറ്റിലോ ഫാക്ടറിയിലോ ജോലി തരും. സക്രിയ കൊലക്കേസിൽ പ്രതിയായി ജയിലിലായാൽ എന്ത് ചെയ്യും? സാറ് 5-6 തലമുറക്കുള്ളത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യം. തമ്പിയുടെ സ്വരം പതറി. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ബൽറാം പറഞ്ഞു. സാറേ, സർക്കിളിൻ്റെ ഡ്രൈവർ വണ്ടിയെടുക്കാൻ വരുന്നു, ഞാൻ നിർത്തുക. തമ്പി ഫോൺ കട്ട് ചെയ്തു. ഡ്രൈവർ പ്രഭാകരൻ ഇന്നോവയ്ക്കടുത്തേക്ക് വന്നു. എന്താ സാറേ? ASP കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ ഒരു പരിഭ്രാന്തി. എനിക്കെന്ത് പരിഭ്രാന്തിയാ പ്രഭാകര? തമ്പി ചിരിക്കാൻ ശ്രമിച്ചു. വീട്ടിൽ വിളിച്ച് ഭാര്യയോടും മക്കളോടും വിശേഷം ചോദിക്കാൻ പാടില്ലെന്നുണ്ടോ? തമ്പി സാറേ, 1/2 മണിക്കൂറായി ഈ പോലീസ് സ്റ്റേഷനിലെയും സർക്കിൾ ഓഫീസിലെയും DYSP ഓഫീസിലെയും ട്രാഫിക്കിലെയും സകല ഉദ്യോഗസ്ഥന്മാരുടെയും മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലാണ്. SPയുടെ ഓർഡറാ, പ്രഭാകരൻ പറഞ്ഞു. സാറിപ്പോൾ സംസാരിച്ചത് ഗോവയിലുള്ള ബൽറാം സാറുമായല്ലേ? അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇടിവെട്ടേറ്റതുപോലെ ASI തമ്പി നടുങ്ങി വിറച്ചു. നിന്ദാഭാവത്തിലൊന്ന് ചിരിച്ചിട്ട് പ്രഭാകരൻ വണ്ടിയിൽ കയറി. കാലുകൾ കോൺക്രീറ്റിലായതുപോലെ തമ്പി നിന്നു. താനും ബൽറാമും സംസാരിച്ചതെല്ലാം സൈബർ സെൽ റെക്കോർഡ് ചെയ്തു. ഏത് സമയത്താണ് തനിക്ക് സക്രിയയായി വിളിക്കാൻ തോന്നിയത്? ബൽറാമിനെ വിളിച്ച് സൂചന കൊടുക്കാൻ ധൈര്യമില്ല. അയാളിപ്പോൾ പലരെയും വിളിക്കും. എല്ലാം സൈബർ പോലീസ് അറിയിക്കും.
തന്റെ ജോലി പോയെന്നുറപ്പായ തമ്പി ശത്രുവിന്റെ താവളത്തിലേക്ക് നോക്കുന്ന പോലെ ഓഫീസിലേക്ക് നോക്കി. ഇതേ സമയം ബൽറാം പോലീസ് സൂപ്രണ്ടിന്റെ PA അസീസിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ആ കേസ് പുനരന്വേഷിക്കുകയാണ് സാർ, അസീസ് പറഞ്ഞു. ആർക്കാടോ ഇത്ര കഴപ്പ്? ബൽറാം ചോദിച്ചു. മോസ്റ്റ് കോൺഫിഡൻഷ്യൽ സാർ, SP മാത്രമേ അറിയുള്ളൂ. 2 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റിനെ പറ്റി ഇന്ന് എന്ത് തെളിവാടോ അസീസെ കിട്ടുന്നത്? അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിസ്ക് അല്ലേ? ബൽറാം സാർ എന്തിനാ വിഷമിക്കുന്നത്? അസീസ് കോൾ കട്ട് ചെയ്തു. ബൽറാമിന്റെ മുഖം വീർത്തിരിക്കുന്നത് സക്രിയയ്ക്കും വിക്ടറും കണ്ടു. അവർ നടത്തം മതിയാക്കി ഹോട്ടൽ മുറിയിലേക്ക് വന്നു. മനീഷയുടെ പുറകെ വന്നത് മുതൽ നമുക്ക് കഷ്ടകാലമാണ്, വിക്ടർ പറഞ്ഞു. അയാൾ ഓരോ പെഗ് ബ്രാൻഡി പകർന്ന് ഇരുവർക്കും കൊടുത്തു. ആ ജോൺ മിറാൻഡയാണോ ഇതിന് പിന്നിലെന്ന എൻ്റെ ബലമായ സംശയം, ബൽറാം പറഞ്ഞു. അയാളെപ്പോലെ ഒരാൾക്ക് SP സ്വാധീനിച്ച് രായ്ക്ക് രാമാനം വിഷ്ണുവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ഓപ്പറേഷൻ നടത്താൻ പറ്റുകയുള്ളൂ, ശരിയല്ലേ? അയാൾ സക്രിയയെ നോക്കി. അയാൾ നമുക്ക് ഗാമ ക്ലബിൽ വിളിച്ചു തന്ന ഗംഭീര പാർട്ടി നമ്മുടെ അന്ത്യത്താഴമായിരുന്നോ? സക്രിയ ബൽറാമിനെയും വിക്ടറേയും നോക്കി. ബൽറാമേ, പണം പ്രശ്നമല്ല, ഈ കേസ് മുന്നോട്ട് പോകരുത്. പ്രലോഭനം, ഭീഷണി, അറ്റക്കയ്യായി കൊല, എന്തുമാകാം. സക്രിയയുടെ ഭയം ആ വാക്കുകളിലൂടെ പുറത്തു ചാടി. എന്തിനും നമുക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല. നാട്ടിൽ കാലുകുത്തിയാൽ മാത്രമേ തീരുമാനങ്ങളെടുത്ത് നടത്താൻ പറ്റുകയുള്ളൂ, ബൽറാം പറഞ്ഞു. വിക്ടർ ഉള്ളിൽ ചിരിച്ചു. ഇതിനിടയിൽ ഇവർ ടെസ്സയെ അന്വേഷിക്കുന്നത് നിർത്തും. അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. മനീഷ. ബാൽക്കണിയിൽ പോയി വിക്ടർ അത് വായിച്ചു. മീറ്റ് മീ അറ്റ് കാസിനോ ടൈറ്റൻ 8 PM. 7 മണിയായി. 1 മണിക്കൂറുണ്ട്. വിക്ടറെ, സക്രിയ വിളിച്ചു. കറിയച്ചായ. അയാൾ മുറിയിലേക്ക് ചെന്നു. രാത്രി 11-ന് കൊച്ചി ഫ്ലൈറ്റ് ഉണ്ട്. ടിക്കറ്റ് കിട്ടുമോന്ന് നോക്കിക്കേ വേഗം. ഈ സമയത്തിന് ടിക്കറ്റ് കിട്ടില്ല ചായ. നീ ഒന്ന് ട്രൈ ചെയ്യടാ. 3 പേരെ ക്യാൻസലാക്കിയിട്ട് സീറ്റ് തരപ്പെടുത്താമോന്ന് നോക്ക്. ഇത് ഗോവയല്ലേ? അതോ ലോകത്തുള്ളവന്മാർ നിന്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇന്നാ 1 ലക്ഷം രൂപ വെച്ചോ. സക്രിയ 500-ന്റെ 2 കെട്ട് നോട്ടുകൾ സൂട്ട് കേസിൽ നിന്നെടുത്ത് വിക്ടറിന്റെ കയ്യിൽ കൊടുത്തു. വിക്ടർ പോയ ഉടനെ ബൽറാം ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ചു തിരക്കി. ഇന്ന് കൊച്ചിയിലേക്ക് 3 ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വേണം. 5 മിനിറ്റ്സ് സാർ. ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന 4 ട്രാവൽ ഏജൻസികളുണ്ട്. ട്രൈ ചെയ്യട്ടെ സാർ. ഫെയറിനേക്കാൾ കൂടുതൽ കൊടുക്കാം. ഓക്കെ സാർ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു. നിരാശാജനകമായിരുന്നു മറുപടി. സോറി സാർ, ഒരു ടിക്കറ്റ് പോലുമില്ല. ബൽറാം ഫോൺ വെച്ചു. വിക്ടർ ശ്രമിച്ചിട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. കാസിനോയിലേക്ക് കാറിൽ പോകുമ്പോൾ വിക്ടർ മനീഷയ്ക്കൊരു മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. പിന്നെ തോന്നി ആ നമ്പറിലൊന്ന് വിളിക്കാം. അവൻ വിളിച്ചോടനെ ആരോ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, വിക്ടർ സംസാരിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അയാൾ കാത്തിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനീഷയുടെ സ്വരം കേട്ടു. പറയൂ വിക്ടറെ. ഞാൻ കാസിനോ ടൈറ്റനിലേക്ക് വരികയാ. ഗുഡ്. നിങ്ങൾ പാലയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയല്ലേ? പോകുന്നതിന് മുമ്പ് വിക്ടറെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞങ്ങൾ പോകുവാണെന്ന് ടെസ്സ എങ്ങനെ അറിഞ്ഞു? അയാൾ കമ്പരപ്പായി. സക്രിയയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്തരം കാര്യങ്ങളല്ലേ നാട്ടിൽ സംഭവിക്കുന്നത്? വിക്ടറിന് ആകെ സംശയമായി. ഓരോ സംഭവങ്ങളും അനുനിമിഷം ടെസ്സ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാർ നദീതീരത്തുകൂടി ഓടിക്കൊണ്ടിരുന്നു. ടെസ്സ, ഒരു സഹായം ചെയ്യാമോ? ഇന്നത്തെ ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് 3 സീറ്റ് വേണം. ഞങ്ങൾ അന്വേഷിക്കാൻ ഇനി ഒരിടവുമില്ല. നോക്കട്ടെ. 3 പേരുടെയും ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യൂ. കാർ കാസിനോ ടൈറ്റന്റെ ഫ്രണ്ട് ഓഫീസിന് മുന്നിൽ നിന്നു. അവിടെ നിന്ന് ഒരാൾ അയാളെ ബോട്ടിൽ കയറ്റി കപ്പലിലേക്ക് കൊണ്ടുപോയി. 8 മണിയാകാൻ 10 മിനിറ്റ്. സക്രിയയും ബൽറാമും ഹോട്ടലിൽ അസ്വസ്ഥരായി നടന്നു. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല, ട്രെയിനിൽ പോകാം, ബൽറാം പറഞ്ഞു. പെട്ടെന്ന് സക്രിയയുടെ മൊബൈൽ ശബ്ദിച്ചു. വിക്ടർ. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്തായടാ, ടിക്കറ്റ് ഇല്ല അല്ലേ? നിങ്ങൾ എയർപോർട്ടിലേക്ക് വിട്ടോ. എൻ്റെ ലഗേജും എടുത്തോണം. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ടിക്കറ്റ് കിട്ടിയോ? നമ്മളെവിടെ എത്തുമ്പോൾ എല്ലാം ശരിയായിരിക്കും. ചെക്ക് ഇൻ ചെയ്യാൻ അല്പം താമസിച്ചാലും കുഴപ്പമില്ല. വേഗം പുറപ്പെട്, വിക്ടർ കട്ട് ചെയ്തു. ബൽറാമിനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ വേഗം ബാഗുമെടുത്ത് റൂമിന് വെളിയിലിറങ്ങി. കാസിനോ ടൈറ്റനിലെ സ്വകാര്യ മുറിയിലിരുന്ന് മനീഷയും വിക്ടറും കോഫി കുടിച്ചു. സംഭവിച്ചതെല്ലാം വിക്ടർ പറഞ്ഞു. ടെസ്സയുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് വിഷമിക്കുകയായിരുന്നു ഞാൻ. ഇനി അവർ തൽക്കാലം നിന്നെ അന്വേഷിച്ചു വരില്ല. വിക്ടർ 2 കെട്ട് നോട്ടുകളും അവളുടെ മുന്നിൽ മേശപ്പുറത്ത് വെച്ചു. ടിക്കറ്റിനായി സക്രിയ തന്നതാ. ഇത് വിക്ടറിന്റെ കയ്യിലിരിക്കട്ടെ. എന്നെ കൊല്ലാൻ വന്നവർക്ക് മടക്കയാത്രയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് ഒരു പ്രതികാരമല്ലേ? കേസ് പൊക്കുന്നത് ജോൺ മിറാൻഡയാണെന്ന അവരുടെ വിശ്വാസം. പക്ഷേ ഞാനങ്ങനെ കരുതുന്നില്ല. ആരായാലും എന്താ വിക്ടറെ, കേസ് തെളിഞ്ഞാൽ പോരെ? എന്നാലും 2.5 വർഷം കഴിഞ്ഞ് ഈ കേസിന്റെ പിന്നാലെ വന്നത് ആരാണ്? മനീഷയാണോ? മിസ്സിംഗായ ഞാൻ പരാതിയുമായി SP ഓഫീസിൽ വന്നാൽ ആ നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലാവില്ലേ വിക്ടറെ? അയാൾക്ക് മറുപടിയില്ലായിരുന്നു. ഞാൻ വിക്ടറെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എൻ്റെ മമ്മിക്ക് അപകടം സംഭവിക്കാതെ സൂക്ഷിക്കണം. വിക്ടർ തലയാട്ടി. ചെയ്ത തെറ്റുകളെപ്പറ്റി മമ്മിക്ക് വിഷമമുണ്ടാകും. മമ്മി അയാൾക്കെതിരെ പറയുമോ എന്ന് സക്രിയ ഭയപ്പെടും. കൊല്ലാനോ കോമയിലാക്കാനോ സാധ്യതയുണ്ട്. ഞാൻ റോസിൻ്റെ ആൻറ്റിയെ നോക്കിക്കൊള്ളാം. നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് കൊല്ലാനായി നാട് കടത്തിയിട്ടും ഞാനത് ചെയ്യാതിരുന്നത് ടെസ്സേ. എനിക്കറിയാം വിക്ടറെ. ഞാനതിന് വിക്ടറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി പുറപ്പെടാൻ സമയമായി. നിങ്ങൾക്ക് വേണ്ടതെല്ലാം എയർപോർട്ടിൽ കിട്ടും. ഇപ്പോൾ വിളിച്ച നമ്പറിൽ ഇനി വിളിക്കരുത്. ഇനി എന്നെ അതിൽ കിട്ടില്ല. വിക്ടറെ വാസ്കോയിലെ ഡബ്ബോയും എയർപോർട്ടിൽ ഇറക്കിയിട്ട് കാർ പോകുമ്പോൾ സക്രിയയും ബൽറാമും കാത്തു നിൽക്കുകയായിരുന്നു. എയർ ഹോസ്റ്റസിനെ പോലെ വേഷം ധരിച്ച ഒരു ഗോവൻ സുന്ദരി അടുത്തു വന്നു. വിക്ടർ അല്ലേ? അതെ. ഇതിൽ നിങ്ങളുടെ ടിക്കറ്റുകളുണ്ട്.
അവൾ ഒരു കവർ അയാളെ ഏൽപ്പിച്ചു. പിന്നെ എല്ലാവരെയും നോക്കി ആശംസ നേർന്നു. വിഷ് യു എ നൈസ് ജേണി. അവൾ നടന്നുപോയി. ചെക്ക് ഇൻ ചെയ്യാനായി റാമ്പിലൂടെ മുകളിലേക്ക് നടക്കുമ്പോൾ സക്രിയ വിക്ടറോട് ചോദിച്ചു, ആരാ ടിക്കറ്റ് ശരിയാക്കിയത്? മനീഷ. സക്രിയയും ബൽറാമും പെട്ടെന്ന് നിന്നു. അവളെ കൊല്ലാൻ വന്നല്ലേ? രക്ഷിച്ചതും അവളാ, വിക്ടർ പറഞ്ഞു. പെട്ടെന്ന് സക്രിയയുടെ ഫോൺ ശബ്ദിച്ചു. ജോൺ മിറാൻഡ. പിശാച്ച് നമ്മുടെ കൂടെയുണ്ടോ? ബൽറാം പല്ല് ഞെരിച്ചു. ഹലോ. സക്രിയ അറ്റൻഡ് ചെയ്തു. ഞാനറിയാതെ ഗോവ വിടുകയാ അല്ലേ? സ്പീക്കറിലിട്ട ശബ്ദം മൂവരും കേട്ടു. നിങ്ങൾ കൊച്ചിയിലിറങ്ങുമ്പോൾ ഞാൻ അവിടെ കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്, ജോൺ പറഞ്ഞു. കൂടുതൽ കേൾക്കാതെ ബൽറാം കോൾ കട്ട് ചെയ്തു. ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. അവിടെ ബെൻസ് കാറുമായി സക്രിയയുടെ ഡ്രൈവർ കിടന്നിരുന്നു. രാത്രി 1 മണി. അവർ കാറിൽ കയറിയപ്പോൾ ഡ്രൈവർ ഉമ്മർ ഷെരീഫ് സക്രിയയോട് പറഞ്ഞു, സക്രിയ ചായ, യൂതപ്പള്ളിയിൽ ധ്യാനത്തിന് പോയ റോസ്ലി ആന്റി തിരിച്ചു വന്നിട്ടില്ല. 6 മണിക്ക് ബോബി അച്ഛൻ്റെ ധ്യാനം തീർന്നതാ. അവളെ എവിടെ പോയി? സക്രിയ ചോദിച്ചു. ധ്യാനം തീർന്നപ്പോൾ കണ്ടവരുണ്ട്. ഞാൻ കാറുമായി കാത്തു നിന്നതാ. പിന്നെ ആരും കണ്ടിട്ടില്ല, ഷെരീഫ് പറഞ്ഞു. താൻ എന്താണോ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കാഞ്ഞത്? സക്രിയ ഡ്രൈവറോട് ചോദിച്ചു. ഇപ്പോഴാണോ പറയുന്നത്? കറിയച്ചായ, ഞാൻ ഫോൺ വിളിച്ചതാ, അച്ചായൻ എടുത്തില്ല. സക്രിയ ഫോണിൽ നോക്കി. മിസ്ഡ് കോൾ പലതുണ്ട്. എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ കാത്തുനിന്നപ്പോൾ വന്ന കോളുകളൊന്നും എടുത്തില്ല, അയാൾ പറഞ്ഞു. ജോൺ മിറാൻഡയായിരിക്കുമോ അതിന് പിന്നിൽ? ബൽറാം ചോദിച്ചു. നമ്മൾ ഗോവയിൽ നിന്ന് പറയാതെ പുറപ്പെട്ടത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സക്രിയ പറഞ്ഞു. അയാൾ പോട്ടെ, അയാളൊക്കെ വലിയ അപകടമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസിൽ നിന്ന് എങ്ങനെ ഊരാമെന്ന് ആലോചിക്കേ, വിക്ടർ പറഞ്ഞു. എല്ലാ കുഴപ്പങ്ങളാണ്. ജോൺ മിറാൻഡയ്ക്കും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. റോസലിന് എവിടെ പോകാനാണ്? അവരുടെ മൊബൈലിൽ ഒന്ന് വിളിച്ചോക്ക്. ബൽറാം സക്രിയയെ നോക്കി. കാർ സീപോർട്ട് എയർപോർട്ടിലേക്ക് റോഡിലൂടെ കുതിച്ച് പായുകയാണ്. റോഡിൽ വാഹനങ്ങൾ തീരെയില്ല. റോഡരികിലെ മൂടൽ മഞ്ഞിൽ മങ്ങിക്കത്തുന്ന വിളക്കുകൾ പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ഡ്രൈവിംഗിൽ എക്സ്പെർട്ടാണ് ഉമർ ഷെരീഫ്. റോസലിൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. ഒരു കൊന്ത മാത്രമേ കയ്യിൽ കാണുകയുള്ളൂ, സക്രിയ പറഞ്ഞു. വീട്ടിലെ ലാൻഡ് ഫോൺ ദിവസങ്ങളായി വർക്കിംഗ് അല്ല. അവിടെ വേലക്കാരും സെക്യൂരിറ്റിയുമില്ലേ? അവരെ ആരെങ്കിലും വിളിക്ക്. മറ്റൊരു ഫോണിലെ ആ നമ്പറുകളൊക്കെ. ഞാൻ ആ ഫോൺ എടുത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ആ ബംഗ്ലാവിലെ മുഴുവൻ പേരെയും കാണാതായാലും കറിയാച്ചൻ അറിയില്ല. ബൽറാമിന് ദേഷ്യം വന്നു. സക്രിയ ഷെരീഫിനെ നോക്കി. സാറേ, 2 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തില്ലേ? കാര്യങ്ങളൊക്കെ അപ്പോഴറിയാമല്ലോ, ഷെരീഫ് സമാധാനിപ്പിച്ചു. അതെ, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, വിക്ടർ അഭിപ്രായപ്പെട്ടു. അപകടം വരുമ്പോൾ കൂട്ടത്തോടെയാ. എനിക്ക് തോന്നുന്നത് റോസലിൻ ആന്റിയെ ആ IPS ഓഫീസർ പൊക്കിയെന്നാ. അയാൾ വലിയ പുലിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മർമ്മത്തിൽ തന്നെ അയാൾ പിടിച്ചു കാണും. ഭർത്താവിന്റെ മരണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഭാര്യയ്ക്കറിയാമെന്ന് അവർക്കുറപ്പല്ലേ? സക്രിയ ബൽറാമിനെ നോക്കി. അതിന് സാധ്യതയുണ്ട്, ബൽറാം മന്ത്രിച്ചു. നമ്മൾ ചെല്ലുമ്പോൾ അവന്മാരെ വിലങ്ങുമായി കാത്തിരിക്കുമോ? സക്രിയ അസ്വസ്ഥനായി ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. പോലീസ് ചോദ്യം ചെയ്താൽ റോസലിന്റെ പിടിവിട്ടു പോകുമോ? ബൽറാം സക്രിയയെ നോക്കി. അവളത്ര മനക്കട്ടിയുള്ളവളല്ല. സക്രിയയ്ക്ക് പരിഭ്രമമായി. കാർ വീടിന്റെ പോർച്ചിൽ നിർത്തിയ ഉടനെ സക്രിയ ഡോർ തുറന്നിറങ്ങി. ഓടിച്ചെന്ന് ബെൽ കൊടുത്തു. അയാളുടെ പിന്നിൽ വിക്ടറും ബൽറാമും ഉൾക്കട്ടയോടെ നിന്നു. മുകളിൽ കത്തി നിൽക്കുന്ന ബൾബിന് ചുറ്റുന്ന പ്രാണികൾ അവരുടെ മുഖം പൊതിഞ്ഞു. സക്രിയ വീണ്ടും ബെൽ അമർത്തിപ്പിടിച്ചു. അകത്ത് മണിയടിക്കുന്നത് കേൾക്കാം. മറ്റൊരു അനക്കവുമില്ല. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ റോസലിൻ നിൽക്കുന്നു. തറയിൽ മുട്ടുന്ന വെളുത്ത ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മൂവരും ശ്വാസം വിട്ടത് അപ്പോഴാണ്. എവിടെയായിരുന്നു നീ? ഞാൻ ഷേർലി നാത്തുവിൻ്റെ ഫോണിൽ നിന്ന് അച്ചായനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, അതെന്താ? സക്രിയ ബൽറാമിനെ നോക്കി. നമ്മളെ പോലീസ് വളഞ്ഞിരിക്കുകയാ. അകത്തേക്ക് കാൽവെച്ച സക്രിയ റോസലിൻ പറഞ്ഞത് കേട്ട് നടുങ്ങി നിന്നു. എന്തിന്? തോമച്ചായൻ്റെ മരണത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. റോസലിൻ വാതിക്കൽ നിന്ന് പിന്നോട്ട് മാറി. അവർ സ്വീകരണ മുറിയിലേക്ക് കയറി. ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഷേർലി നാഥൻ കാറിൽ വന്ന് എന്നെ കയറ്റിക്കൊണ്ടു പോയി, റോസലിൻ പറഞ്ഞു. ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. സക്രിയയുടെ ഹൃദയമെടുപ്പ് കൂടി. അയാൾക്ക് ഷേർലിയെ അറിയാം. പ്ലാന്റർ തോമസിന്റെ മൂത്ത സഹോദരി, കോടീശ്വരി. ഭർത്താവ് മരിച്ചു. മക്കൾ വിദേശത്താണ്. വയസ്സ് 60 ആയെങ്കിലും 40-കാരിയുടെ കരുത്തും തൻ്റെടവുമുണ്ട്. ഇപ്പോൾ പള്ളിയും പ്രാർത്ഥനയുമായി പൂവരണിയിലെ ബംഗ്ലാവിൽ തനിച്ചാണ്. താൻ റോസലിനെ വിവാഹം കഴിക്കുന്നത് തടയാനായി ടെസ കിണഞ്ഞ് പരിശ്രമിച്ചപ്പോൾ ഷേർലി അവളോട് സഹകരിച്ചില്ല. അതുകൊണ്ട് സക്രിയയ്ക്ക് അവരോട് വിരോധമില്ല. പോലീസ് എന്തൊക്കെയാ ചോദിച്ചത്? ബൽറാമിന് ഉത്കണ്ഠയായി. തോമസ് അച്ചായൻ്റെ മരണത്തെപ്പറ്റി തന്നെ. അത് അപകടമാണോ? ലോറി ഡ്രൈവറെ അറിയാമോ? അയാളും അച്ചായനും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നോ? കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ടോ എന്നൊക്കെ. ഷേർലി എന്ത് പറഞ്ഞു? നാത്തൻ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പുന്നൂസ് ഉണ്ടായിരുന്നു. തോമസ് അച്ചായൻ്റെ അനിയനോ? അയാൾ എറണാകുളത്തല്ലേ? അതെ, പുന്നൂസിനെ പോലീസ് വിളിപ്പിച്ചതാ ചോദ്യം ചെയ്യാൻ. അയാൾ എന്ത് പറഞ്ഞു? അത് അപകടമല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞു. കറിയാച്ചനാണത് ചെയ്തതെന്നും. സക്രിയ കൈകൾ കൂട്ടിത്തിരുമ്മി. എന്നെ പ്രതിയാക്കാൻ എന്ത് തെളിവാ അയാളുടെ കയ്യിലുള്ളത്? അയാളുടെ മുഖത്ത് നോക്കി നിന്ന റോസലിൻ പ്രതികരിച്ചില്ല. ബൽറാം സക്രിയയുടെ ചുമയിൽ തട്ടി. കൂൾ ഡൗൺ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇതിനേക്കാൾ വലുത് നമ്മൾ നേരിട്ടിട്ടില്ലേ? പുന്നൂസ് നാത്തനും കൂടിയാ എന്നെ കൊണ്ടുവന്നാക്കിയത്. അവർ പോയ ശേഷം എനിക്ക് ഉറക്കം വന്നില്ല. നാളെ പോലീസ് നമ്മളെ തേടി വരും. കരുതലോടെ ഇരുന്നോണം. റോസലിൻ മുറിയിലേക്ക് പോയി. സക്രിയ ചെന്ന് ബാറിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റിട്ടു. മറ്റുള്ളവരും കയറി വന്നു.
ബെഡിൽ ചെന്നിരുന്ന റോസലിൻ അസ്വസ്ഥയായി. പൂവരണിയിൽ വെച്ച് പുന്നൂസിന്റെ ചോദ്യങ്ങൾ അവളെ വിവശയാക്കിയിരുന്നു. എന്തിനാ പോലീസുകാരിങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്? തോമസ് അച്ചായന് അപകടമുണ്ടായിട്ട് 2.5 വർഷമായില്ലേ? ഷേർലി കൊടുത്ത സുലൈമാനി കുടിച്ചുകൊണ്ട് റോസലിൻ ചോദിച്ചു. അതൊരു അപകടമായിരുന്നെന്നാണോ ഇപ്പോഴും പറയുന്നേ? പുന്നൂസ് പൊട്ടിത്തെറിച്ചു. നിങ്ങളെ ചേട്ടത്തിയെന്ന് വിളിക്കാൻ തന്നെ എനിക്ക് അറപ്പാ. നിങ്ങളും കങ്കാണി സക്രിയയും കൂടി തോമസ് ചേട്ടനെ കൊന്നതല്ലേ? റോസ്ലിൻ ശാന്തയായി പറഞ്ഞു. പുന്നൂസേ, സത്യമറിയാതെ ആരെയും ഒറ്റുകൊടുക്കരുത്. ഞാൻ എൻ്റെ ഇച്ചായനെ കൊല്ലുമെന്ന് കരുതുന്നുണ്ടോ? റോസ്ലിൻ കൊന്തയുടെ കുരുക്കുകളിൽ തെരു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരും കരുതിയ പോലെയല്ല നിങ്ങൾ ചെയ്തത്. ആ തെണ്ടിയെ ഭർത്താവാക്കാൻ വേണ്ടി നിങ്ങൾ ചേട്ടനെ കൊല്ലാൻ കൂട്ടുനിന്നു. ചങ്കിൽ തൊട്ട് പറയാമോ നിങ്ങൾക്കതിൽ മനസ്സറിവില്ലെന്ന്? റോസ്ലിൻ നിർവികാരയായി അയാളെ നോക്കിയിരുന്നു. കൊന്തയിരുട്ടിയും ധ്യാനം കൂടിയും ഒളിച്ചു നടന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഇത്തവണ നിങ്ങൾ നിയമത്തിന്റെ പിടിയിലാകും. പുന്നുസേ, നീ റോസ്ലിനെ വിഷമിപ്പിക്കല്ലേ. ഭർത്താവില്ല, മകളില്ല, അവളിനി എന്തൊക്കെ സഹിക്കണം? ഷേർലി ഇടപെട്ടു. ചേച്ചിയൊന്നും മിണ്ടാതിരി. ക്ഷമിക്കുന്നത് ദൈവമാ. മനുഷ്യൻ ക്ഷമിക്കാൻ തുടങ്ങിയാലേ ലോകത്തിലുള്ള സകല കുറ്റവാളികളും രക്ഷപ്പെടും. എനിക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. തോമസ് ചായന്റെ അസ്ഥികൾ ദ്രവിക്കുന്നതിന് മുമ്പ് കൊലയാളികൾ അറസ്റ്റിലാകണമെന്ന്. താമസിയാതെ എനിക്കത് കാണാൻ പറ്റും. റോസ്ലിൻ അയാളെ നോക്കിയിരുന്നു. സക്രിയ ശിക്ഷിക്കപ്പെടുമോ? അവൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം ആരാണത് ചെയ്തതെന്ന്. പുന്നൂസ് ശബ്ദമുയർത്തി. റോസ്ലിൻ മിണ്ടിയില്ല. ചേട്ടനെ കൊന്നത് പോരാഞ്ഞിട്ട് ടെസ മോളെയും കൊന്നില്ലേ? ഞങ്ങളുടെ അപ്പനപ്പന്മാരെ അധ്വാനിച്ചുണ്ടാക്കിയ ഹിൽവാലി പ്ലാന്റേഷന്റെ ഏക അവകാശിയാണ് അവൾ. എൻ്റെ മോളെ ആരും കൊന്നില്ല, റോസ്ലിൻ പറഞ്ഞു. എന്നാൽ അവൾ എവിടെയാ? ഷേർലിയും റോസ്ലിൻ്റെ മറുപടിക്കായി ഉറ്റുനോക്കി. എനിക്കറിയില്ല, എൻ്റെ മോൾ മരിച്ചിട്ടില്ല, റോസ്ലിൻ കരഞ്ഞു. താൻ വിതച്ചത് താൻ തന്നെ കൊയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. മുറിയുടെ മൂലയിലെ ഡ്രസ്സിംഗ് മിററിൽ തന്റെ രൂപം റോസ്ലിൻ കണ്ടു. അത് തന്റെ പ്രേതമാണെന്ന് അവൾക്ക് തോന്നി. ആ രൂപത്തിന്റെ പിന്നിലേക്ക് ഒരു രൂപം വന്നു. സക്രിയ. അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. മദ്യത്തിന്റെ ഗന്ധം നാസികയിലേക്ക് അരിച്ചു കയറി. റോസ്ലിൻ, പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നീ എന്നെ ഒറ്റുകൊടുക്കുമോ? എനിക്ക് മറ്റാരുമില്ലല്ലോ. ആ വിചാരം നിനക്ക് എപ്പോഴും വേണം. നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ശത്രുക്കളാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. റോസ്ലിൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ചോദിച്ചോ. എൻ്റെ ടെസമോൾ എവിടെയാ? അവൾ എവിടേക്ക് പോയില്ലേ? എനിക്കറിയില്ല. ഗോവയിലുണ്ടോ? എനിക്കറിയില്ല. റോസ്ലിൻ സക്രിയയുടെ കോളറിൽ ഇരുകൈകൾ കൊണ്ടും പിടിച്ചു. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോ? എന്തെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങളറിയാതെ അവൾ പോകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. സക്രിയ അവളുടെ കൈകൾ തട്ടിമാറ്റി. ടെസയുടെ പേര് ഇനി ഇവിടെ ഉച്ചരിച്ചു പോകരുത്. അവൾ കാരണം തീ തിന്നുകയാ ഞാൻ. റോസ്ലിൻ അയാളെ വീഴ്ച നോക്കി. അയാൾ മുറിവിട്ടിറങ്ങി ശക്തിയിൽ വാതിലടച്ചു. റോസ്ലിൻ ബെഡിലേക്ക് വീണു. സക്രിയ ബാറിലേക്ക് വന്നു. ബൽറാമിന്റെയും വിക്ടറുടെയും മുന്നിൽ ബ്രാൻഡിയുടെ ഒരു കാലിക്കുപ്പിയാണ് ഉണ്ടായിരുന്നത്. സക്രിയ ഒരു കുപ്പി കൂടി എടുത്തു വെച്ചിട്ട് അവരുടെ മുന്നിലിരുന്നു. ബൽറാമെ, കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന ലക്ഷണമാ. ആ SI തമ്പിയെ വിളിക്ക്. പുതിയവന്മാരുടെ അന്വേഷണം എവിടെ വരെയാന്ന് അറിയാമല്ലോ. സക്രിയച്ച, സമയം 3 മണിയായി. അയാൾ നല്ല ഉറക്കത്തിലായിരിക്കും, വിക്ടർ പറഞ്ഞു. നമ്മളിവിടെ തീ തിന്നിരിക്കുമ്പോൾ അവൻ ക്വാർട്ടേഴ്സിൽ ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നോ? ബൽറാം പറഞ്ഞു. അതിന് അയാളുടെ ഭാര്യ ഇവിടെയുണ്ടോ? സക്രിയ തിരക്കി. ഭാര്യയില്ലേലും ദിവസം ഓരോന്നിനെ അവൻ തപ്പിയെടുത്തോളും. അതിന് മിടുക്കന തമ്പി. ബൽറാം തമ്പിയെ വിളിച്ചു. 2 പ്രാവശ്യം കോൾ കൊടുത്തപ്പോഴാണ് അയാൾ എടുത്തത്. എന്നാ സാറേ? തമ്പി ഇപ്പോൾ സക്രിയ ചായന്റെ വീട്ടിലേക്ക് വാ. സാറേ, ഭാര്യ ഉറങ്ങിയിട്ടില്ല. താൻ പറഞ്ഞതനുസരിക്കേ, ഭാര്യ ഉറങ്ങിക്കോളും സാർ. അയാൾ ചാടിപ്പിടിച്ച് എഴുന്നേൽക്കുന്ന ശബ്ദം ഫോണിലൂടെ കേട്ടു. എന്നാ സാറേ? അപ്പോൾ ഒരു സ്ത്രീ സ്വരം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തമ്പിയുടെ മാരുതിക്കാർ സക്രിയയുടെ ബംഗ്ലാവിന് മുന്നിലെത്തി. 3 മണിയായിട്ടും ഏത് ഭാര്യയാടോ ഉറങ്ങാത്തെ? പൂമുഖത്തേക്ക് വന്ന ബൽറാം ചോദിച്ചു. തമ്പി ചമ്മിയോ ഒരു ചിരി ചിരിച്ചു. പാൻറ് നീല ടീഷർട്ടുമാണ് അയാളുടെ വേഷം. അത് പോട്ടെ, താൻ വാ. ബൽറാം അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിക്ടർ ഒരെണ്ണം ഒഴിച്ചു കൊടുത്തു. സോഡ ഒഴിച്ച് തമ്പി അത് കുടിച്ചു. സാറേ, നമ്മളെല്ലാം കുടിക്കില്ല. നമ്മുടെ ഫോൺ കോളുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാ, തമ്പി പറഞ്ഞു. അതെ, ഞാൻ ഗോവയിലേക്ക് വിളിച്ചത് മുഴുവൻ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈശ്വര, സക്രിയയുടെ തല മരവിച്ചു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതുമാത്രം മതി നമ്മളെ അറസ്റ്റ് ചെയ്യാൻ. സൈബർ സെല്ല് ഉണ്ടാക്കുന്ന കാര്യം നീ എന്താടാ പറയാതിരുന്നത്? ബൽറാം കാലിക്കുപ്പിയെടുത്ത് തമ്പിയെ അടിക്കാനൊങ്ങി. കൈകൊണ്ട് തടുക്കാൻ ശ്രമിച്ച് തമ്പി പറഞ്ഞു. അയ്യോ സാറേ, ഞാനതറിഞ്ഞത് പിന്നീടാ. സർക്കിളിന്റെ ഡ്രൈവർ പ്രഭാകരൻ വന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഫോൺ തൊടാൻ എനിക്ക് പേടിയായി സാറേ. ഇനി എന്ത് ചെയ്യും തമ്പി? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? തന്നെ ബാധിക്കുമെന്ന ഓർമ്മ വേണം. മഹസർ എഴുതിയത് താനാ. സക്രിയ ഒന്നുകൂടി ഒഴിച്ച് തമ്പിക്ക് കൊടുത്തു. പേടും സാറേ. വിഷ്ണു സാറിനെ അറിയാമല്ലോ. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടരാണെങ്കിലും അയാൾ പൊക്കും. മുത്തുപട്ടരുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടോടാ? സാറിന് MP പോൾ ചാണ്ടിയുമായി വലിയ അടുപ്പമല്ലേ? ചാണ്ടി സാർ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, തമ്പി പറഞ്ഞു. MP എന്ത് ചെയ്യും? MP ഒന്നും വിഷ്ണുവിന് പ്രശ്നമല്ല. മന്ത്രിക്കിട്ട് അടികൊടുത്തവനാ, ബൽറാം പറഞ്ഞു. സാറേ, കേന്ദ്രത്തിൽ നിന്ന് പൊളിറ്റിക്കൽ ഇടപെടൽ പോലെ എന്തെങ്കിലും ഒന്ന് കഴിയില്ലേ അതിന്? നേരം വെളുക്കുന്നതിന് മുമ്പ് വേണം. തമ്പി പരിഭ്രാന്തരായി. നേരം വെളുത്താൽ എന്താ കുഴപ്പം? വിക്ടർ ചോദിച്ചു. എൻ്റെ നിഗമനം അനുസരിച്ച് രാവിലെ 7 മണിക്കുള്ളിൽ പ്ലാന്റർ സക്രിയയും ബൽറാം സാറും അറസ്റ്റ് ചെയ്യപ്പെടും. ഇരുവരും നടുങ്ങിപ്പോയി. എന്നിട്ട് താൻ ഞങ്ങളെ അറിയിക്കാതിരുന്ന എന്താടോ?
കണക്കില്ലാത്ത പണം ഞാൻ തന്നിട്ടില്ലേ? അതുകൊണ്ടല്ലേ താൻ കാറും വീടുമൊക്കെ വാങ്ങിയത്? സക്രിയ ജ്വലിച്ചു. സാറേ, നിങ്ങളിപ്പോഴല്ലേ എന്നെ വിളിച്ചത്? എൻ്റെ ഫോണിൽ തൊട്ടാൽ അവരറിയൂലേ? അത് ശരിയാണെന്ന് സക്രിയയ്ക്കും ബൽറാമിനും തോന്നി. അപ്പോൾ തമ്പി സാറിനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞ കാര്യവും സൈബർ സെൽ അറിഞ്ഞു കാണില്ലേ? വിക്ടർ ചോദിച്ചു. ഇത്തവണ തമ്പി തുടങ്ങി. ശരിയാ സാറേ. അയാൾ ബൽറാമിനെ നോക്കി തളർന്നിരുന്നു. ഈ ഫോൺ കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. തമ്പി ഫോൺ മേശയിൽ ഇടിക്കാനായി ഓങ്ങി. ASP വിഷ്ണുവിൻ്റെ ടീമിൽ ആരൊക്കെയുണ്ട്? ബൽറാം തിരക്കി. അന്വേഷിച്ചു. CI അൻവറും SI നാൻസി കോട്ടൂരും. വിഷ്ണു കൊല്ലുന്നവനാണെങ്കിൽ ഇവരെ കൊന്നു തിന്നുന്നവരാ. ശരി, ഇപ്പോൾ തന്നെ നമുക്ക് പോൾ ചാണ്ടിയുടെ വീട്ടിലേക്ക് പുറപ്പെടാം, സക്രിയ പറഞ്ഞു. അടുത്തല്ലേ, 10 മിനിറ്റ് കൊണ്ട് ചെല്ലും. ഈ നട്ടപ്പാതിരയ്ക്കോ? നല്ല ഉറക്കത്തിലായിരിക്കും, ബൽറാം പറഞ്ഞു. അതൊന്നും സാരമില്ല. ഇനി നമുക്ക് ഉറങ്ങണമെങ്കിൽ MP സഹായിക്കണം. വിഷ്ണുവിൻ്റെ പിടിയിലായാൽ പിന്നെ പുറം ലോകം കാണുന്നത് എന്താണെന്നറിയില്ല. ഒളിവിൽ പോയാലോ? വിക്ടർ ചോദിച്ചു. അത് പോൾ ചാണ്ടിയെ കണ്ടിട്ട് തീരുമാനിക്കാം. സക്രിയയുടെ സ്വരം മുറുകി. ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹം അവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയാൽ പോരെ? ബൽറാം അഭിപ്രായപ്പെട്ടു. ഫോണിൽ തൊട്ടാൽ അവരറിയില്ലേടോ. അവിടെ ചെല്ലുമ്പോൾ കാത്തു നിൽക്കുന്നത് MP ആയിരിക്കില്ല, വിഷ്ണുവിൻ്റെ പോലീസായിരിക്കും. സക്രിയ ദേഷ്യപ്പെട്ടു. മാളത്തിലിട്ട് പുകയ്ക്കപ്പെട്ട പന്നിയുടെ അവസ്ഥയിലായിരുന്നു അയാൾ. ഞാനും ബൽറാമും ഡ്രൈവറും മതി, സക്രിയ പറഞ്ഞു. വിക്ടറിന് തമ്പിക്ക് അത് ആശ്വാസമായി. സക്രിയയും ബൽറാമും പെട്ടെന്ന് ഫ്രഷായി. ഉമ്മർ ഷെരീഫ് ബെൻസ് കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. 4 മണിക്ക് അവർ കാറിൽ കയറി. ബെൻസ് ഗേറ്റ് കടന്ന് ഒഴുകി റോഡിലെത്തി. സ്പീഡ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അത് കണ്ടു. റോഡിന് കുറുകെ എന്തോ വന്ന് നിൽക്കുന്നു. ഒരു മിലിറ്ററി ഓഫ് റോഡ് ജീപ്പ്. സെക്കൻഡുകൾക്കുള്ളിൽ കാർ അതിനടുത്തെത്തി നിന്നു. കഥ തുടരും.